നമ്മൾക്ക് വരുന്ന പേഴ്സണൽ മെസ്സേജസിനും കമൻസിനും ഒരു ക്വസ്റ്റ്യന് റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ്. നമുക്കപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും 4-5 മെസ്സേജസ് വെച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സെയിം ക്വസ്റ്റ്യൻ. പക്ഷേ ദുബായിൽ വെച്ചിട്ട് നമ്മൾ ചോദിക്കേണ്ടത് പേഴ്സണലായിട്ട് ചോദിക്കുന്നവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുമായിരുന്നു. അല്ലാണ്ട് ഇതിനായിട്ട് ഒരു വീഡിയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഹായ്, നമ്മളപ്പോൾ കുറേ നാളായി ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. പ്രത്യേകിച്ച് ലോങ് വീഡിയോ, ഷോർട്ട് വീഡിയോ ഞങ്ങൾ ഇടാറുണ്ട്, ഷോർട്ട്സ് ഇടാറുണ്ട്, ലോങ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്കും സുഖം തന്നെ. ബൈ ദ ബൈ, നമ്മളിപ്പോൾ വന്നത് നമ്മൾക്ക് വരുന്ന പേഴ്സണൽ മെസ്സേജസിനും കമൻസിനും ഒരു ക്വസ്റ്റ്യന് റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ്. നമുക്കപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും 4-5 മെസ്സേജസ് വെച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സെയിം ക്വസ്റ്റ്യൻ. അപ്പം അതിന് ഒരു ആൻസർ തരാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറേ പേര് നമ്മളോട് ചോദിക്കണം, നമ്മളറിയാത്തവരൊക്കെ. പക്ഷേ കുറേ പേര് നമ്മളറിയണവരും നമ്മളോട് ചോദിക്കാൻ മടിയായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം അവർക്ക് വെറുതെ നമ്മൾ ഇനി ഇങ്ങനെ ഒരു ഇതാക്കി കൊടുക്കണ്ടല്ലോ. നമ്മളെന്തായാലും നമ്മുടെ കാര്യം പറഞ്ഞേക്കാം. ഞാൻ കമൻസ് ഞങ്ങൾ ഇവിടെ സ്ക്രീൻഷോട്ട് ഇട്ടേക്കാം. അപ്പൊ ഇത് ആരും ചോദിക്കണില്ല, പറഞ്ഞില്ല എന്നൊന്നും ആരും പറയരുത്. പിന്നെ നിങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നുണ്ടെന്ന്. അപ്പൊ നമുക്ക് ഇപ്പൊ മുതലല്ല, നമുക്ക് ദുബായിൽ നമ്മൾ പക്ഷെ ഇപ്പോഴാണ് വീഡിയോസ് കുറച്ചും കൂടി റീച്ച് ആവും തോറും നമുക്ക് ക്വസ്റ്റ്യൻസ് ദുബായിൽ വെച്ചിട്ട് നമ്മൾ ചോദിക്കേണ്ടത് പേഴ്സണലായിട്ട് ചോദിക്കുന്നവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുമായിരുന്നു. അല്ലാണ്ട് ഇതിനായിട്ട് ഒരു വീഡിയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബേബീസ് ഐസുമിക്ക് ഇവിടെ കൊടുത്തേക്കാട്ടോ. ഐസുമിക്ക് അവർക്ക് അത്യാവശ്യം ലാംഗ്വേജ് ഉണ്ട് ഇംഗ്ലീഷിൽ. അപ്പോൾ എങ്ങനെയാണ് അവർ ഇത്ര ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നതെന്ന് ആണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മുടെ വാട്സപ്പിലുള്ളവരാണെങ്കിലും കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. കുറേ പേര് ചോദിക്കണം എങ്ങനെയാന്നുള്ള ഒരു ഇതിൽ ചോദിക്കാതിരിക്കുന്നുണ്ട്, നമ്മൾ അറിഞ്ഞു. പിന്നെ കമൻസും പേഴ്സണൽ മെസ്സേജസും ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് നമ്മൾ ഇവിടെ കൊടുത്തേക്കാം. അത് മെയിനായിട്ട് അത് ഒരു ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് ഈ ഒരു ഏജിൽ പറയണത് ഒരു സംഭവമാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ പിന്നെ ലാംഗ്വേജ് എന്ന് പറയണത് പ്രത്യേകിച്ച് പുറത്ത് നിൽക്കുമ്പോൾ അവർക്ക് പഠിക്കാനും എല്ലാത്തിനും വേണ്ടി നമ്മൾ നേരത്തെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് ഇതാക്കിയതാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളം കൊണ്ട് കാര്യമില്ല, കൂടെ ഉള്ളതൊക്കെ വേറെ രാജ്യക്കാരാണ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് അതിൻ്റെ ആവശ്യം വന്നുകൊണ്ട് അവിടെ നിന്ന് തന്നെയല്ല, ഇംഗ്ലീഷ് ലാംഗ്വേജ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവരെ സംബന്ധിച്ച് സ്കൂളിൽ ചേർക്കുമ്പോൾ അവർക്കത് വേറെ പിള്ളേരായിട്ട് കമ്മ്യൂണിക്കേഷൻ പ്രശ്നം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പിന്നെ നമ്മളാണെങ്കിലും നമ്മൾ ജോലി നോക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമ്മൾ കുറേ ഫേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തതിൻ്റെ ഒക്കെ ഒരു ഡിഫിക്കൽറ്റി. അപ്പോൾ അത് നമുക്ക് നമ്മുടെ മക്കൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുപ്പം മുതലേ അവർക്ക് ട്രെയിനിങ് കൊടുത്തോണ്ടാണ് അവരിപ്പോൾ ഈ സംസാരിക്കണത്. നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് അറിയില്ലെങ്കിലും നമ്മൾ പക്ഷെ അവരുടെ അടുത്ത് മാക്സിമം നമുക്ക് പറ്റണ പോലെ നമ്മൾ ഇംഗ്ലീഷ് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മള് ഇതിലിപ്പോ ഇപ്പൊ എന്റെ കുട്ടികള് എല്ലാവരും മെസ്സേജ് അയക്കുമ്പോ പറയണതാണ്, എന്റെ കുട്ടികള് കാർട്ടൂൺസ് അവര് വെച്ച് കൊടുക്കണത് കാണുന്നില്ല, അവർക്ക് ഇഷ്ടമുള്ളതാണ്, പിള്ളേര് കരഞ്ഞു മാറ്റിക്കണ്. എന്താണെങ്കിലും പിള്ളേർക്ക് ബേസ് എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. ബേസ് നമ്മൾ കൊടുത്താലാണ് അവരത് പിന്നെ അത് മുന്നോട്ട് പോകും. ഇപ്പോൾ ഇവർക്ക് ഇപ്പോൾ 3 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ 4 വയസ്സായപ്പോൾ നമ്മളത് ഇനി ഇംഗ്ലീഷ് മാത്രം കണ്ടാൽ മതി എന്നും പറഞ്ഞ് കാർട്ടൂൺ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കാണില്ല. അവർ കാണുന്ന കാലം മുതലേ നമ്മൾ അവർക്ക് ഇംഗ്ലീഷ് മാത്രം വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ പിള്ളേരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ 2.5 വയസ്സ് മുതലാണ് കാർട്ടൂൺ കണ്ടു തുടങ്ങിയത്. അതും
TV-യിൽ ഫോൺ അവർ ഇപ്പോഴും യൂസ് ചെയ്യില്ല. ഇപ്പോഴും അവർ ഫോണിൽ കാർട്ടൂൺ കാണുക, ഫോൺ നോക്കിയ ഫോൺ ഇടിക്കുക, അവരുടെ മുമ്പിൽ ഫോൺ ഇരുന്നാൽ പോലെ അവർ എടുക്കും. ഒരു പാരന്റ്സ് എന്ന രീതിയിൽ ഏറ്റവും പ്രൗഡായിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റിയ ഒരു കാര്യമാണ് ഞങ്ങളുടെ മക്കൾ ഇപ്പോഴും ഫോൺ യൂസ് ചെയ്യൂല. ഫോൺ എടുക്കൂടി, ഞങ്ങളുടെ ഫോണൊന്നും എടുക്കുക പോലും ഇല്ല. അവർ നമ്മുടെ ഫോൺ ഇവിടെ ഇരിക്കണ കണ്ടാൽ പോലും അവരത് എടുക്കൂല. കാരണം അവർക്കറിയാം അത് കിട്ടൂലാണ്. അതുകൊണ്ട് അവർ ഓൾറെഡി അതായിട്ട് ഇതായി. അപ്പോൾ പറയാനുള്ള 2-3 ടിപ്സ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. കാരണം നമ്മളോട് ഇങ്ങനെ ചോദിക്കണോണ്ട് അതെന്തൊക്കെയാന്ന് പറയാം. താല്പര്യമുള്ളവർക്ക് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അതായത് നിങ്ങളുടെ പിള്ളേർക്ക് എന്നാണോ അവർക്ക് നിങ്ങൾ കാർട്ടൂൺ വെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സമയം മുതൽ നിങ്ങൾ ഇംഗ്ലീഷ് കാർട്ടൂൺസ് മാത്രം വെച്ചു കൊടുക്കുക. ഒരു രീതിയിലും ഒരു മലയാളം കാർട്ടൂൺ പോലും കാർട്ടൂൺ ആ TV-യിൽ ഉണ്ട് എന്ന് പോലും അറിയരുത്. അത് നിങ്ങൾ ആദ്യം മലയാളം വെച്ച് അവർ കുറച്ചാൾ കണ്ടിട്ട് പിന്നെ ഇംഗ്ലീഷിലേക്ക് മാറാ എന്നുള്ളൊരു പ്ലാനിങ് ഒരിക്കലും നടക്കൂല. അവര് മലയാളം കണ്ടോ പിന്നെ അവർ മലയാളമാണ് കാണുള്ളൂ. പിള്ളേർ ഒരിക്കലും സമ്മതിക്കൂല തിരിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാധനം കാണാൻ സമ്മതിക്കൂല. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങളുടെ മക്കളെ എന്ത് കാണണം എന്നുള്ളത്. അല്ലാതെ മക്കളല്ല തീരുമാനിക്കേണ്ടത് എനിക്കിത് മതി ഇത് മതി എന്ന്. ആദ്യമേ നിങ്ങൾ ഫിക്സ് ചെയ്യുക ഇന്ന സാധനങ്ങൾ എൻ്റെ കുട്ടി കണ്ടാൽ മതി എന്ന്. കാരണം പാരൻസ് ആണ് ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. പാരൻസ് തീരുമാനിക്കുക അവനെന്ത് കാണണം അല്ലെങ്കിൽ കുഞ്ഞെന്ത് കാണണം, സ്വയം തീരുമാനിക്കാൻ അതിനുള്ളൊരു ഏജ് ആവട്ടെ. അപ്പൊ അവര് തീരുമാനിച്ചോട്ടെ. ഇപ്പൊ പാരൻസ് ആണ് അവരെന്ത് കഴിക്കുക, അവരെന്ത് കാണാം എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. അപ്പം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ 2.5 വയസ്സുള്ള കുഞ്ഞ് അതിന് TV വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് കാർട്ടൂൺസ് വെച്ച് കൊടുക്കുക. അതിൽ തന്നെ പല കാര്യങ്ങളുണ്ട്. ഇംഗ്ലീഷ് കാർട്ടൂൺസ് ഇപ്പം മാഷ ആൻഡ് ദ ബിയർ എന്ന് പറഞ്ഞ കാർട്ടൂൺ ഉണ്ട്. അതൊന്നും ഒരിക്കലും വെക്കരുത്. കാരണം അതിലൊന്നും സംസാരമില്ല, വെറുതെ ആക്ഷൻസ് മാത്രമേ ഉള്ളൂ. കോമഡിയാണ്, ഫണ്ണിയാണ്, അത് ശരി തന്നെയാണ്. പക്ഷെ ഒരിക്കലും അതിന് കിട്ടാനൊന്നുമില്ല, കമ്മ്യൂണിക്കേഷൻ വന്നില്ല. പിന്നെ നോട്ടി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നമ്മുടെ മക്കളും കൊക്കോമെലിനെ കാണും. പക്ഷെ കൊക്കോമെലൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സോങ്സ് വന്നിട്ടുണ്ട്. ചിലർ പറയും ഞങ്ങൾ കാർട്ടൂൺ കാണിക്കാറേ ഇല്ല. അങ്ങനെ അതൊന്നും കാര്യമൊന്നുമില്ല. കാരണം ഒന്നില്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കണം, അല്ലെങ്കിൽ കാർട്ടൂൺ വെച്ചോ. ഒന്നുമില്ലാതെ പിള്ളേർ ഇതായി പോകും. അതിലും ഭേദം കാർട്ടൂൺസ് ഇന്ന സമയ ലിമിറ്റിൽ നമ്മൾ വെച്ച് കൊടുക്കാം. അതും TV-യിൽ വെച്ച് കൊടുക്കുക. ഒരു മണിക്കൂർ അവരെ കാണിക്കുക, ഓഫ് ചെയ്യുക, പിന്നെ കുറച്ചേരം കഴിയുമ്പോൾ വീണ്ടും വയ്ക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ആദ്യമേ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടത്. പിന്നെ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് 2 പേരുള്ളത് കൊണ്ട് നമ്മൾ ഓഫ് ചെയ്താലും അവർ 2 പേരും കൂടി ഇരുന്ന് കളിക്കുകയും കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അവർക്ക് പറ്റുന്ന രീതിയിൽ ലാംഗ്വേജ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അറിയണോണ്ട് 2 പേരും കൂടി ഇരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കളിക്കും. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം കുറച്ചും കൂടി സിമ്പിൾ ആണ്, ഒരുവിധം എല്ലാ പാരന്റ്സിനും ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഞങ്ങൾ പറയാൻ പോണ കാര്യം പക്ഷെ അത്ര സിമ്പിൾ അല്ല. എല്ലാ പാരന്റ്സും അത് തീരുമാനിക്കണം. അതായത് ഫാദർ ആണെങ്കിലും മദർ ആണെങ്കിലും വിചാരിക്കണം ഇവരെ കാർട്ടൂൺ കാണിക്കണം അന്ന് മുതൽ തന്നെ നമ്മൾ ഈ പിള്ളേരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷിലാവാം. അപ്പം നിങ്ങൾ വിചാരിക്കുമോ എനിക്ക് ഇംഗ്ലീഷ് അറിയൂല അങ്ങനെ പറയാൻ എന്നൊക്കെ വിചാരിക്കും. ഞങ്ങളും ഒരുപാട് ഫ്ലുവൻ്റ് നമ്മൾ നാളെ വിചാരിച്ചിരുന്നാൽ നമ്മുടെ പിള്ളേർ പഠിക്കാൻ പോകില്ല. ഞങ്ങളും ഒരുപാട് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരല്ല. എന്നിട്ട് ഹസ്ബൻഡ്സിൻ്റെ കാര്യമല്ല, ഞങ്ങളുടെ കാര്യം. എന്നിട്ട് ഞങ്ങളുടെ മക്കളോട് 2.5 വയസ്സ് മുതൽ ഇംഗ്ലീഷിൽ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് വേറെ വഴിയില്ല, അവർ തിരിച്ച് ഇംഗ്ലീഷിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം സ്വാഭാവികമായിട്ടും വേറൊരു ചോദ്യം വരും, ഇംഗ്ലീഷ് മാത്രം പഠിച്ചാൽ മതിയോ, മലയാളം വേണ്ടേ? നിങ്ങളുടെ മക്കൾക്ക് മലയാളം അറിയില്ലല്ലോ എന്ന്. മലയാളം അവർ പഠിച്ചോളൂ. മലയാളം നമുക്കറിയാം, അവരത് പഠിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഏത് കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കാനല്ല പറഞ്ഞത്, അവർക്കൊരു ബേസ് വരെ വരും. ഇപ്പൊ 2.5 വയസ്സിലാണ് നമ്മളിത് തുടങ്ങണമെങ്കിൽ ഒരു 4 വയസ്സ് വരെയും ആവുമ്പോഴേക്കും അവരതിൽ ഭയങ്കര പ്രൊനൗൺസിയേഷൻ ആണെങ്കിലും ഗ്രാമർ ആണെങ്കിലും എല്ലാം അവർക്ക് അതിൽ സെറ്റ് ആവും. അതിനുശേഷം നിങ്ങൾക്ക് മലയാളം, ഇപ്പം ആ പിള്ളേർക്ക് മലയാളം അറിയില്ല എന്നുള്ളൂ. നമ്മളിപ്പോൾ UAE-ലായതുകൊണ്ട് അവിടെ പിള്ളേരെ മലയാളം പഠിപ്പിക്കുകയില്ല. നമ്മൾ നാട്ടിൽ വരുമ്പോൾ ഇവര് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുമ്പോൾ ഏജ് ആയിട്ടുള്ള ആൾക്കാർ ചോദിക്കുന്നത് മലയാളം പഠിപ്പിച്ചൂടെ, മലയാളമല്ലേ പറയേണ്ടത്, അവർക്ക് വിവരം ഇല്ലാത്തത് കൊണ്ടാണ് അവർ ആ ചോദ്യം ചോദിക്കുന്നത്. മലയാളം പറഞ്ഞിട്ട് എന്തിനാ? മലയാളം പറയുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമാണ്. നിങ്ങൾ വേറൊരു സ്ഥലത്ത് ചെന്നാൽ അല്ലെങ്കിൽ വേറെ പല രാജ്യങ്ങളിലുള്ള ആൾക്കാരുള്ള ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടെ മലയാളം കൊണ്ട് ഒന്നും നേടാൻ പോണില്ല. നമ്മൾ മലയാളികളോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മലയാളം ഉപകരിക്കും പറഞ്ഞാൽ അത് വേണ്ട എന്നല്ല നമ്മൾ പറഞ്ഞത്. നമുക്ക് അറിയണ പോലെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇവളുടെ കുട്ടി മലയാളവും പറയും ഇംഗ്ലീഷും പറയും.
പക്ഷെ എൻ്റെ കുഞ്ഞും മലയാളം പറഞ്ഞ് ക്യാച്ച് ചെയ്ത് വരണുള്ളൂ. പക്ഷെ അവളും അത് പഠിക്കും. കാരണം ഇപ്പം ഞങ്ങൾ അവരോട് മലയാളമാണ് പറയുന്നത്. കാരണം അവർ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞു, അവർ ഓൾമോസ്റ്റ് ഫ്ലുവൻ്റ് ആയി കഴിഞ്ഞു. ഇനി അവർക്ക് മലയാളത്തിലേക്ക് കടക്കാനുള്ള ടൈമായി. നമ്മൾ ആദ്യമേ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ അവർ മലയാളം മാത്രമേ പഠിക്കുള്ളൂ, ഇംഗ്ലീഷ് പഠിക്കില്ല. പക്ഷെ ഇംഗ്ലീഷാണ് ആദ്യം നമ്മൾ പറയണേയും കാണിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമെങ്കിൽ അവർ മലയാളം എന്തായാലും പഠിക്കും. നമ്മൾ ഈ പറയുന്ന ടിപ്പ് മെയിനായിട്ട് ഗൾഫ് കൺട്രീസിലുള്ള പാരൻസാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം അവർ സ്കൂളിൽ ചേർക്കുമ്പോൾ അവർ ഒറ്റപ്പെട്ടു പോകും. അവർക്കൊന്നും ആരായിട്ട് മിങ്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ, കാരണം കൂടെ പറയണവർ പഠിക്കുന്ന പിള്ളേർ ആരും മലയാളം പറയില്ല, എല്ലാവരും വേറെ വേറെ നാഷണാലിറ്റി പിള്ളേരായിരിക്കും. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഗ്രാൻഡ് പാരൻസ് ഉള്ള വീട്ടിൽ ഇവിടെ നിന്ന് കുറേ പേര് മെസ്സേജ് അയക്കും ഞങ്ങൾക്ക് ഇങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പം പറയും ഇവിടെ ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ പാരൻസ് ഉണ്ടെന്നൊക്കെ പറയും. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മൾ അവരോട് പറയുക, മാക്സിമം ശ്രമിക്കുക. കുറച്ചുകൂടി ടൈം എടുത്തിട്ടാണെങ്കിൽ അവരത് ക്യാച്ച് ചെയ്യും. രണ്ടാമത്തെ ഒരു ടിപ്പ്, നമ്മൾ അവരോട് സംസാരിക്കുക. പാരൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഗ്രാൻഡ് പാരൻസൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ സംസാരിക്കാനൊന്നും. അപ്പോൾ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇംഗ്ലീഷിൽ, അവർ തിരിച്ചെന്തായാലും പറയും. പിന്നെ പ്രൊനൗൺസിയേഷനൊക്കെ ഓരോ പിള്ളേർക്കും ഓരോ രീതിയിൽ പറയുന്നത്. പിന്നെ നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവരെ ഏത് കാർട്ടൂൺസ് ആണ് കാണുന്നതെന്ന്. ഇവർ കാണുന്നത് കുറച്ച് ഇൻഫോർമേറ്റീവായിട്ട്. ഇവർ കൊക്കോമലൊക്കെ കാണുമായിരുന്നു, അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അതിന് ശേഷം പക്ഷെ അത് കണ്ടിട്ടും അവർക്ക് ലാംഗ്വേജ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അത് കാണിച്ചോളാം പറയാം. കാര്യം കണ്ണിന് പ്രശ്നമാണ്, മൂക്കിന് പ്രശ്നമാണ് ആൾക്കാർ പറയും. TV എന്തായാലും അതിപ്പോ എന്ത് കണ്ടാലും പ്രശ്നം തന്നെയാണ്. പിന്നെ TV-യിൽ കാണിക്കുക, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ കാർട്ടൂൺസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേണിംഗ് പരമായിട്ട് ബ്രിട്ടീഷ് കൗൺസിലിന്റെ ഒരു ലേണിംഗ് വിത്ത് ടിമ്മി എന്ന് പറഞ്ഞിട്ടൊരു കാർട്ടൂൺ ഉണ്ട്. അത് അടിപൊളി കാർട്ടൂണാണ്. പക്ഷെ എല്ലാ പിള്ളേരും അതങ്ങനെ കാണൂല. കാരണം പിള്ളേർക്ക് കുറച്ച് അതൊരു ബോറടി ആയിട്ട് മാറും. അപ്പൊ നമ്മൾ പതിയെ നാസ്തി ഉണ്ട്. നാസ്തി ഒന്നും അത്ര നല്ല കാർട്ടൂണാണെന്നല്ല, പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആയിട്ട് നാസ്തിയൊക്കെ ചെയ്യുന്നുണ്ട്. പഴയത് കുറച്ച് അലമ്പായിരുന്നു. കാരണം ഫുഡ് വേസ്റ്റേജ് അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് നാസ്തിയൊക്കെ. കാരണം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയി ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. റോമാൻ ഡയാന ഇംഗ്ലീഷിന് ബെസ്റ്റാണ്. പിന്നെ വാലിഡ് ആൻഡ് നിക്കി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ കമൻസിൽ വേണമെങ്കിൽ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ ഇത് ഡോറ ദി എക്സ്പ്ലോറർ, അതായത് ഡോറയുടെ പ്രയാണം അല്ല, ഡോറ ദി എക്സ്പ്ലോറർ. ഡോറയുടെ സെയിം ഇംഗ്ലീഷ് വേർഷൻ ഉണ്ട്. അതും അമേരിക്കൻ ഇംഗ്ലീഷ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതും അങ്ങനത്തെ പിന്നെ കുറച്ച് ഒരു 4 വയസ്സൊക്കെ ആയ പിള്ളേരെയാണ് ട്രെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പെപ്പ പിഗ് ഒക്കെ നല്ല ഓപ്ഷനാണ്. പെപ്പ പിഗ് നല്ല ഓപ്ഷനാണ്. അങ്ങനെ കുറേ ഉണ്ട്. പക്ഷെ ഞങ്ങൾ കാണിക്കുന്നത് ഇതൊക്കെയാണ്. അതുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളുടെ മക്കൾ പഠിച്ചേക്കുന്നത്. വേറെ അതിൽ വലിയൊരു എക്സാമ്പിൾ തരാൻ ഞങ്ങൾക്കില്ല. കാരണം നമ്മുടെ മക്കൾ തന്നെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. അതെ, അവർ പഠിച്ചേക്കുന്നത് ഈ കാർട്ടൂണുകളൊക്കെ കണ്ടിട്ടാണ്. നമ്മുടെ മുമ്പിലാണല്ലോ അവർ കാണുന്നതും എല്ലാം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ കാട്ടിയൊക്കെ നമ്മളൊന്നും ഇപ്പം അങ്ങനെ പറയൂല. എന്നാലും ചില അവരുടെ സംസാരം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പല വേർഡ്സ് നമുക്ക് പുതിയ അറിവുകളാണ്. പല വേർഡ്സ് അവർ പറയുമ്പോഴാണ് നമുക്കറിയണത് ഇതാണ് വേർഡ്, ഇതാണ് വേർഡെന്ന് നമ്മളറിയണത്. നമുക്കത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അത്ഭുതമാണത്. ഓരോ പുതിയ വേർഡ്സ് നമ്മളും പഠിക്കണം. നമ്മളും ഇങ്ങനെ ഓരോന്ന് പഠിച്ച് വരാം. അതുപോലെ നമ്മളും ഈ പിള്ളേരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ലാംഗ്വേജും കൂടി ഇമ്പ്രൂവ്മെന്റ് ആവുമെന്ന് ഞങ്ങൾക്ക് തോന്നിയേക്കുന്നതാണ്. കാരണം ഞങ്ങൾ അത്ര സംസാരിക്കൊന്നുമില്ലായിരുന്നു. പക്ഷെ പിള്ളേരോട് സംസാരിച്ച് ഞങ്ങളും റെഡിയായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ അവർ ഞങ്ങളെ പഠിപ്പിക്കും. അങ്ങനെയായി ഇപ്പോൾ കണ്ടീഷൻ. അങ്ങനെ പിന്നെ എഴുതാനും ഒന്നും നമ്മൾ തന്നെ ട്രെയിൻ ചെയ്യണം. അതൊന്നും കിട്ടണ അതല്ല പറഞ്ഞത്. സ്പോക്കന്റെ കാര്യം മാത്രമാണ്, സ്പീക്ക് ചെയ്യണ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഒരുപാട് പേര് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് അറിയണ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരു മടിയില്ല. നിങ്ങളുടെ മക്കളും ഇതേപോലെ ഞങ്ങളടുത്ത് പേഴ്സണലായി ചോദിക്കുന്നവരടുത്തൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. എല്ലാവരും പിള്ളേര് പഠിക്കട്ടെ. പിന്നെ കുറെ പേര് ഞങ്ങളുടെ ചോദിക്കുന്നത് ഇവരെന്തെങ്കിലും കോഴ്സിന് വിട്ടിട്ടാണോ ഇവരിങ്ങനെ പഠിക്കണേന്ന്. ഒരിക്കലും അല്ല. ഒരു കോഴ്സിനും പോയാലൊന്നും പഠിക്കാൻ പോയില്ല കേട്ടോ ഒറ്റ പിള്ളേര്. നമ്മൾ തന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അവരങ്ങനെ ആവണതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആഡൊക്കെ ചെയ്യുന്നുണ്ട്, അതുപോലെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ വേറൊരു സൈഡ്. നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് ആയതുകൊണ്ടും ഇൻഫ്ലുവൻസേഴ്സ് എന്നല്ല, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ഏറ്റെടുക്കുന്നതാണ് പ്രൊമോഷൻ. നമുക്ക് പ്രൊമോഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ മക്കളെ വെച്ചിട്ട്. എന്നും പറഞ്ഞാൽ അവർ പഠിച്ചത് അങ്ങനെയൊന്നുമല്ല. കുറേ പേർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. എല്ലാവരും അങ്ങനെയും ചോദിക്കാറുണ്ട്, ഇവരെന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്. ഒരിക്കലും അല്ല, ഇവർ ഞങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിച്ചേക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ
നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്, ലെങ്തി ആക്കണില്ല. അപ്പോൾ എല്ലാവരെയും അങ്ങനെ ആഗ്രഹിക്കുന്നവരുടെ മക്കളെല്ലാവരും ഇതേപോലെ സംസാരിക്കട്ടെ, പഠിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.